ഒരു നോവൽ എങ്ങനെയായിരിക്കണമെന്നും ചെറുകഥ എങ്ങനെ ഉണ്ടാകണം, ഒരു എഴുത്തുകാരൻ എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് വളരെ സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തിയ സുധാകരൻ രാമന്തരും, അതുപോലെ തന്നെ ഈ കഥയെപ്പറ്റി ഒരു PhD പ്രബന്ധം ഉണ്ടാക്കിയ പോലെ ചെയ്ത മാഡം സുധ ശരിയാണെങ്കിൽ, മലയാളം അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞെങ്കിലും മലയാളത്തിൽ ഒരു മഴ പെയ്ച്ച ലേഖ എന്നിവർക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നേക്കാൾ എഴുതാനും വായിക്കാനും അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് 11 വയസ്സിനുള്ളിൽ 7 കഥകൾ എഴുതിയ ഓസ്റ്റിൻ എഴുന്നേറ്റിരിക്കും ഓസ്റ്റിൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സുഹൃത്ത് പ്രേംരാജ് എന്നോട് പറഞ്ഞു ഇതിനകത്തുള്ള തെറ്റുകളുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഫുൾ വായിച്ചു നോക്കി. അങ്ങനെ തെറ്റുകളായിട്ടൊന്നും പറയാനില്ല. നമ്മൾ സാധാരണ തെറ്റുകളാണ് ആദ്യം കണ്ടുപിടിക്കുക, അതൊന്നും കാണാനില്ല. പക്ഷെ ഒരു അഭിപ്രായമായിട്ട് പറയാനാണെങ്കിൽ ഇതിനകത്ത് പ്രേംരാജ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിനൊരു അഭിപ്രായമായിട്ട് പറയാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് നർമ്മം ചേർത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ എല്ലാം ഉണ്ട്. എന്താണ് ഈ പുസ്തകത്തിൽ ഇല്ലാത്തത്? ഒരു പാഴ്സി കുടുംബത്തിന് വേണ്ട, പാഴ്സി കുടുംബത്തിൻ്റെ 3 തലമുറകളിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. അവരുടെ ഭക്ഷണ രീതിയുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്, ജീവിത സംസ്കാരമുണ്ട്, അവരുടെ പെരുമാറ്റങ്ങളുണ്ട്, അവരുടെ വാദ്യ ഉപകരണങ്ങളെ കുറിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയും. ഈ 3 തലമുറകളിലുള്ള നടന്ന സംഭവം ഒരു എന്താ പറയുക 6 സുഷിരങ്ങളുള്ള ഒരു വാദ്യോപകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സരളമായിട്ട് സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. ഞാൻ ഈ ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങിയിട്ട് അന്ന് വായിച്ച് തീർത്തിട്ട് ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം അത്ര അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാൻ അത്ര വലിയ ശക്തമായിട്ടുള്ള സാഹിത്യവും ഭാഷയോ ഒന്നുമല്ല. സംസാര ഭാഷയിൽ തന്നെ അവതരിപ്പിച്ച് അതും അതുപോലെ ഒരു പ്രണയിനിയെ അനാഹിലെ എന്ന പ്രണയിനിയെ ആദ്യം ഒന്ന് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അവസാനം വരെ വളരെ കൃത്യമായി പ്രത്യേകമായിട്ടുള്ള പ്ലോട്ടുകൾ പോലെ ഉണ്ടാക്കി എഴുതിക്കൊണ്ടുവന്നിരുന്ന ഇങ്ങനെ ഈ നോവലിൻ്റെ എഴുത്തുകാരനെ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതിൽ നല്ല ചിന്തകൾ, നല്ല ഭാഷകൾ, നല്ല പ്രവൃത്തികൾ ഇതൊക്കെ അതിനകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ചെറിയ ചെറിയ കൈവഴികൾ പോലായി അവസാനമായിട്ട് ആ നദിയിലേക്ക് വന്ന് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അനാഹിത തോമസ് അവരുടെ ആ പ്രണയത്തിൻ്റെ അവസാനം നന്നായിട്ട് വന്നിട്ടില്ലെങ്കിലും ആ കൊണ്ടുവരുന്ന ശേഷി അത് അഭിനന്ദനം തന്നെയാണ്. ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണം, കാശ് കൊടുത്തിട്ട് തന്നെ മേടിക്കണം. എനിക്കൊരു പുസ്തകം ഫ്രീ ആയിട്ട് തന്നു, ഞാൻ അതിൻ്റെ പൈസ അയച്ചിട്ടുണ്ട്. പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കണം. അങ്ങനെയാണ് നമ്മളൊരു എഴുത്തുകാരനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് മുന്നിൽ കുറേ അധികം ആൾക്കാർ നല്ല നല്ല വാക്കുകൾ സംസാരിച്ചു. വളരെ പ്രബലമായിട്ടുള്ള രമ പിഷാരടി, ഡോക്ടർ സുഷമ ശങ്കരൻ, ഇങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. കുറച്ച് പേരൊക്കെ പോയി. എനിക്ക് എൻ്റെ സീനിയർ, എൻ്റെ സുഹൃത്ത്, പണ്ട് വളരെയധികം സുഹൃത്ത് എത്രയോ വർഷമായിട്ട് പരിചയമുള്ള വിശ്വനാഥൻ സാർ, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഒരു കിട്ടുണി സർക്കസ് പോലെയാണ്. കിട്ടുണി സർക്കസ് എന്ന് പറഞ്ഞാൽ കൊട്ടുന്നതും പാടുന്നതും അല്ലെങ്കിൽ താളം തുള്ളുന്നതും എല്ലാം ഒരാൾ തന്നെയാണ്. ഇത് ഗവൺമെൻറ് ഡിസൈന്, പ്രിൻറ്റിങ്, പബ്ലിഷിങ് എല്ലാം എന്തിന് എന്താ പറയുക, ഇതിൻ്റെ ഒരു നമ്പർ എടുക്കും, ISBN നമ്പർ, ISBN നമ്പർ എല്ലാം എടുത്ത് ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്ത ആളാണ്. അതിനുശേഷം അത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് എല്ലാവരെയും വീണ്ടും കൂടി പറയുകയാണ്, നിങ്ങൾ മിക്കവാറും പുസ്തകം കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങളിത് 10 പേരോട് പറയണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം. ഇങ്ങനെ ഒരു രചന ബാംഗ്ലൂരിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണെന്നുള്ള ഒരു മെസ്സേജ്, മൗത്ത് ടു മൗത്ത് മെസ്സേജ് കൊടുക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഓഗസ്റ്റ് 25-ാം തീയതി ഏകദേശം 5-6 ബാംഗ്ലൂർ മലയാളി എഴുത്തുകാരുടെ ഗ്രന്ഥം, നമ്മൾ പുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പ്രകാശന കർമ്മം നടത്തുന്നുണ്ട്. ജൂബിലി സ്കൂൾ ഹാളിൽ വെച്ചിട്ടാണ് അതിൻ്റെ കർമ്മം. രമ പിഷാരടി, ഇന്ദിര ബാലൻ, ഷൈനി അജിത്,
ഓസ്റ്റിൻ്റെ അങ്ങനെ എല്ലാവരുടെയും എൻ്റെയും ഒരു ബുക്ക് പ്രകാശന കർമ്മം നടക്കുന്നുണ്ട്. അന്ന് ആലങ്കോട്ടിലെ കൃഷ്ണൻ തുടങ്ങിയ UK കുമാരൻ, സുകുമാരൻ പിരിച്ചൂർ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക നായന്മാർ കേരളത്തിൽ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.